ഇന്ത്യയുടെ SU-30 യുദ്ധവിമാനങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ വരുന്നു. ശത്രുക്കളുടെ വിമാനവാഹിനി കപ്പലുകൾ നമ്മുടെ അതിർത്തിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ അതിർത്തിയിലേക്ക് കടന്ന വിമാനത്തെ ന്യൂട്രലൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇങ്ങനെ SU-30 MK യുദ്ധവിമാനങ്ങൾക്ക് ഒരു ഉത്തരവ് നൽകുന്നു. ഉത്തരവ് ലഭിച്ച ഉടൻ തന്നെ നമ്മുടെ വ്യോമസേനയിലുള്ള 8 SU-30 MK യുദ്ധവിമാനങ്ങൾ, 4 ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ, ഒരു IL-76, ഒരു IL-78, ഒന്ന് ടാങ്കർ വിമാനം, ഒന്ന് എവാക്സ് വിമാനം. ഈ വിമാനങ്ങളെല്ലാം ആ ഒരു വിമാനവാഹിനി കപ്പലിനെ ലക്ഷ്യം വെച്ച് അതിവേഗത്തിൽ പോവുകയാണ്. എതിർദിശയിലുള്ള ശത്രു അതാരാണെന്ന് നോക്കിയാൽ UK ഒരു വിമാനവാഹിനി യുദ്ധക്കപ്പലായ HMS പ്രിൻസ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു യുദ്ധം സംഭവിച്ചോ? അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടന്നതുപോലെ തോന്നുന്നേ ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ, സത്യത്തിൽ ഇത്തരം ഒരു സിനാരിയോ അടുത്തിടെ ഇന്ത്യയുടെ നാവികസേനയും UK നാവികസേനയിലുള്ള ഈ പ്രധാനപ്പെട്ട വിമാനവാഹിനി യുദ്ധക്കപ്പലും റിയൽ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കി. ഈ ഒരു ബാറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രസകരമായ കാര്യം തന്നെ എന്താണെന്ന് വെച്ചാൽ, F-35 യുദ്ധവിമാനങ്ങളെ നമ്മുടെ SU-30 MK യുദ്ധവിമാനങ്ങൾ ഫേസ് ചെയ്തു എന്നുള്ളതാണ്. കൊങ്കൺ 2025 ഇതിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇത്. അന്ന് നടന്ന സംഭവം എന്തിനാണ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം സംസാരിക്കുന്നത്? ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. കൊങ്കൺ 2025 ഇന്ത്യയുടെ വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും UK വിമാനവാഹിനി കപ്പലിനും അവരുടെ നാവികസേനയ്ക്കും ഇടയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട എക്സസൈസ് ആണിത്. ഈ കൊങ്കൺ 2025 എന്നത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല നടക്കുന്നത്. UK വളരെ പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പലായ HMS പ്രിൻസ്, ഇതിൽ F-35 വിമാനങ്ങളുണ്ട്. വീണ്ടും ഒരുപാട് സപ്പോർട്ടിംഗ് എയർക്രാഫ്റ്റ്സ് ഉണ്ട്. കൂടാതെ ഒരുപാട് ഹെലികോപ്റ്റേഴ്സ്. ഇങ്ങനെ ഒരു കരിയർ ബാറ്റിൽ ഗ്രൂപ്പാണ് ഈ ഒരു വിമാനവാഹിനി കപ്പൽ. ഇവർ ഇതിന് മുൻപ് ഒരുപാട് രാജ്യങ്ങളിൽ ഈ ഒരു മിഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. UK മലേഷ്യയുമായി ചേർന്ന് ഈ എക്സസൈസ് നടത്തി. സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇങ്ങനെ ഇവരുടെ ഈ റൊട്ടീൻ മിഷനിൽ ഈ എല്ലാ രാജ്യങ്ങളുമായും എക്സസൈസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ ജേർണിയിലെ ഒരു പാർട്ട് ഓഫ് ദ പ്രോഗ്രാമായി ഈ കൊങ്കൺ 25 എന്ന എക്സസൈസ് അറബിക്കടലിൽ നടന്ന് അവസാനിച്ചു. സെപ്റ്റംബർ മാസത്തിൽ ഇതിനുള്ള നടപടികളെല്ലാം തുടങ്ങുകയും ഒക്ടോബർ മാസം 5, 6, 7, 8 ഈ തീയതികൾ ഇതിനായി തീരുമാനിച്ചു. 8-ാം തീയതി ഒഫീഷ്യലായി ഈ എക്സസൈസ് നടന്ന് അവസാനിച്ചു. എന്നാൽ ഞാനീ പറയാൻ പോകുന്ന സംഭവം നടന്നത് ഒക്ടോബർ മാസം 14-ാം തീയതിയാണ്. ഒക്ടോബർ 8-ാം തീയതിയോടുകൂടി എക്സസൈസ് അവസാനിച്ചുവെന്നും പറയുന്നു. ഒക്ടോബർ മാസം 14-ാം തീയതി ഇങ്ങനെ ഒരു സംഭവം നടന്നുവെന്നും പറയുന്നു. രണ്ടിനും യാതൊരു ബന്ധവുമില്ലല്ലോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും രണ്ടിനും ബന്ധമുണ്ട്. ഈ മിഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഫൈൽ, ഈ HMS പ്രിൻസ് എന്ന വിമാനവാഹിനി യുദ്ധക്കപ്പൽ ഒരു കരിയർ ബാറ്റിൽ ഗ്രൂപ്പാണ്. മാത്രവുമല്ല, ഇവരുടെ ഈ കരിയർ ബേസ്ഡ് ഫൈറ്റർ ജെറ്റ്സ്, അതായത് ആ വിമാനവാഹിനി കപ്പലിൽ നിന്നും അയക്കുന്ന വിമാനം F-35 യുദ്ധവിമാനമാണ്. ഈ F-35 യുദ്ധവിമാനങ്ങൾ എങ്ങനെയാണ് SU-30 MKസിനെ ഫേസ് ചെയ്തത്? ഇതാണ് കോൺസെപ്റ്റ്. ഇതിന് ചില റൂൾസ് നൽകണം. ഏത് മിഷനാണ് നടത്താൻ പോകുന്നത്, അതിന്റെ റൂൾസ് അറിഞ്ഞാൽ മാത്രമേ ഏത് ടൈപ്പിലാണ് ഇവർ ഈ മിഷൻ അല്ലെങ്കിൽ എക്സസൈസ് നടത്തി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. UK HMS പ്രിൻസിലെ 6 F-35 യുദ്ധവിമാനങ്ങൾ, ഇവിടെ ഇന്ത്യയുടെ 8 സുഖോയ് 30 യുദ്ധവിമാനം, 4 ജാഗ്വാർ ഡീപ് സ്ട്രൈക്ക് വിമാനം, ഒരു IL-76, ഒരു IL-78, ഒന്ന് എവാക്സ് വിമാനമായി ആക്ട് ആകും, മറ്റൊന്ന് റീഫ്യൂവലിംഗിന് വേണ്ടി യൂസ് ചെയ്യും. ഇങ്ങനെ മൊത്തം 20-ലധികം വിമാനങ്ങൾ ഈ ഒരു മിഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മിഷന്റെ പ്രധാനപ്പെട്ട ഒരു പ്രൊഫൈൽ ഇത് 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് 4 ഡോഗ് ഫൈറ്റ് ബേസ്ഡ്, മറ്റൊന്ന് 3 മിഷൻ ബേസ്ഡ്. ഈ മിഷൻ ബേസ്ഡിലുള്ള വിവരങ്ങൾ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള യാതൊരു ഡാറ്റാസും പുറത്തു വന്നിട്ടില്ല. 4 ഡോഗ് ഫൈറ്റ് ബേസ്ഡ് ഓപ്പറേഷൻസ് ആണ് ഈ ഒരു എക്സസൈസിൽ ഇവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വശം, UK ഈ ഒരു യുദ്ധക്കപ്പൽ, ഈ ഒരു വിമാനവാഹിനി യുദ്ധക്കപ്പൽ, അത് അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ശത്രുക്കളുടെ അറ്റാക്കിനെ എങ്ങനെയാണ് റിപ്പൽ ചെയ്യുക? ശത്രുവിൻ്റെ വ്യോമസേനാ വിമാനങ്ങൾ നമ്മുടെ കരിയർ സ്ട്രൈക്ക് ബാറ്റിൽ ഗ്രൂപ്പിനടുത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയെല്ലാം ആക്ട് ചെയ്യും? നമ്മുടെ പക്കലുള്ള F-35 വിമാനങ്ങൾ എങ്ങനെ അവർക്കെതിരെ ഉപയോഗിക്കാം? ഇങ്ങനെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നായിരിക്കും അവർ ഈ മിഷനെ കാണുക. ഇനി നമ്മുടെ സൈഡിൽ, നമ്മുടെ കടൽ അതിർത്തിയിൽ ഒരു വിമാനവാഹിനി യുദ്ധക്കപ്പൽ വരികയാണ്. ശത്രുക്കളുടെ യുദ്ധക്കപ്പലിനെ എങ്ങനെയെല്ലാം നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നു? അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡിഫൻസ് ഷീൽഡിനെ എങ്ങനെ തകർക്കും? കാരണം അവർ F-35 ആണ് ഉപയോഗിക്കുന്നത്. ആ ഡിഫൻസ് ഷീൽഡിനെ നമ്മൾ എങ്ങനെ തകർക്കാൻ പോകുന്നു? ഇതൊക്കെയാണ് നമ്മുടെ മിഷൻ പ്രൊഫൈൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട 5th ജനറേഷൻ എയർക്രാഫ്റ്റ് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് വേഴ്സസ് ലോകത്തിലെ വൺ ഓഫ് ദ ഫോർമിഡബിൾ എയർഫോഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻ വ്യോമസേന, ഇവ രണ്ടും ചേർന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ് കൊങ്കൺ 2025. ഏകദേശം 20-ൽ കൂടുതൽ വിമാനങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു.
4 ഡോഗ് ഫൈറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് രണ്ട് സൈഡിൽ നിന്നും നൽകിയിട്ടില്ല. സുരക്ഷാ കാരണങ്ങളാൽ അത് അവോയ്ഡ് ചെയ്താലും അതിനുള്ളിലെ ചില സിനാരിയോസ് ആണ് നമ്മൾ അറിയാൻ പോകുന്നത്. ആദ്യം F-35 കൊണ്ട് സേഫ് ഗാർഡ് ചെയ്തു വരുന്ന ഈ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെ സ്ട്രൈക്ക് ചെയ്യുക Su-30 MK യുദ്ധവിമാനങ്ങൾക്ക് ഒരു ഈസി ടാസ്ക് ആണോ എന്ന് ചോദിച്ചാൽ അത്രത്തോളം ഈസി ടാസ്ക് അല്ല. ആ കപ്പലുകളെ നിർത്തിവച്ചിരിക്കുന്ന സ്ഥലം എന്നത് 100 കിലോമീറ്ററുകൾക്കും അപ്പുറമാണ്. എത്ര തന്നെ Su-30 MKIയുടെ കോമ്പാക്ട് റേഡിയസ് അധികമാണെങ്കിലും അതിനെക്കൊണ്ട് സൂപ്പർസോണിക് വേഗതയിൽ ട്രാവൽ ചെയ്യാൻ കഴിയുമെന്നൊരു സാഹചര്യം വന്നാൽ കൂടിയും ഏരിയൽ റിഫ്യൂവൽ ടാങ്കേഴ്സിന്റെ സഹായമില്ലാതെ ഇത് ചെയ്യാൻ കഴിയില്ല. പ്രധാനമായും മറ്റൊരു കാര്യം, നമ്മൾ ഈ മോക്ക് ഡ്രിൽസിൽ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിക്കുന്ന ഒരു സിമുലേഷൻ UK അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എക്സസൈസിൽ ബ്രഹ്മോസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനോട് അവർ അനുവദിച്ചില്ല. അതിന് കാരണം എന്താണെന്ന് അവസാനം പറയാം. അപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു സിനാരിയോ നോക്കിയാൽ ഒരു 800 അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ദൂരത്തിലാണ് ആ യുദ്ധക്കപ്പൽ ഉള്ളത്. യുദ്ധക്കപ്പലിൽ നിന്നും അയക്കുന്ന വിമാനങ്ങളുടെ മാക്സിമം കോമ്പാക്ട് റേഡിയസ് 500 കിലോമീറ്റർ ആണ്. ഞാനീ പറയുന്നത് മോക്ക് ഡ്രിൽസിനെ സംബന്ധിച്ചിടത്തോളമാണ്. അപ്പോൾ നമ്മൾ ഈ വിമാനങ്ങളുടെ സെൻസർ നെറ്റ്വർക്കിനെ ബ്രേക്ക് ചെയ്യണം. ഈ വിമാനങ്ങളുടെ സെൻസർ നെറ്റ്വർക്കിനെ ബ്രേക്ക് ചെയ്യണം. അതേസമയം തന്നെ നമ്മൾ അതിൻ്റെ റഡാറിൽ അകപ്പെടാതിരിക്കുകയും വേണം. അത് വളരെ ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. Su-30 MKI ഈ യുദ്ധവിമാനങ്ങളുടെ റഡാർ എന്നത് വളരെ ഹെവിയർ പ്രൊഫൈൽ നൽകും. കാരണം അതൊരു മിനി ബോംബർ പോലെയാണ്. അത്രത്തോളം പേലോഡ് അതിനെ കൊണ്ട് വഹിക്കാൻ സാധിക്കും. അപ്പോൾ AWACSന്റെ സഹായത്തോടു കൂടി മാത്രമേ ഇങ്ങനെ ഒരു സ്ട്രൈക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബിയോണ്ട് വിഷ്വൽ റേഞ്ചിൽ F-35ന്റെ റഡാർ റേഞ്ചിന് പുറത്തു നിന്നും നമ്മൾ ഈ കപ്പലിനെ ആക്രമിക്കണം. ഈ ഒരു സിനാരിയോയ്ക്ക് ബ്രഹ്മോസ് ഉണ്ടെങ്കിൽ വളരെ ഈസിയായി തന്നെ എക്സസൈസ് അവസാനിക്കും. ആ വിമാനങ്ങളുടെ സ്ട്രൈക്കിംഗ് റേഞ്ച്, അതായത് F-35ന്റെ സ്ട്രൈക്കിംഗ് റേഞ്ചിന് പുറത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മെക്കൊണ്ട് ബ്രഹ്മോസ് മിസൈൽ ലോഞ്ച് ചെയ്യാൻ സാധിക്കും AWACS വിമാനങ്ങളുടെ സഹായത്തോടു കൂടി. പക്ഷേ ബ്രഹ്മോസ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് ഇതിൽ ജാഗ്വാർ യുദ്ധവിമാനങ്ങളുടെ സഹായം ആവശ്യമാണ്. ബ്രഹ്മോസ് ഉപയോഗിക്കാത്തതിനും ജാഗ്വാർ വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിനും എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ വീണ്ടും ഞാൻ പറയാം. ചില പെർട്ടിക്കുലർ ആംഗിൾസിൽ ഈ F-35 F-22 റാപ്റ്ററിനേക്കാളും സ്റ്റെൽത്തിയർ ആയിട്ടുള്ള ഒരു യുദ്ധവിമാനം അത് ജാഗ്വാർ എന്ന് പറയേണ്ടി വരും. മാത്രമല്ല ഈ ഒരു സ്പെഷ്യൽ ഫീച്ചർ കാരണം ചില മിഷൻസിന് വേണ്ടി ഡീപ്പ് പെനട്രേഷൻ സ്ട്രൈക്സിന് ജാഗ്വാർ വിമാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിനാരിയോ നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. F-35 ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. ആ കപ്പലിൽ നിന്നും 100-150 കിലോമീറ്റർ ദൂരത്തിൽ ഇത് പറക്കുകയാണ്. ഇതിനകം ആ കപ്പലിൽ ചില ഡെസ്ട്രോയേഴ്സ് ഉണ്ട്, അതിലും ചില ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ഉണ്ട്. ഇതിന്റെ റഡാർ എന്നത് ഏത് സമയവും നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നേരത്തെ Su-30 MK യുദ്ധവിമാനങ്ങളെ ഈ കാരിയർ സ്ട്രൈക്ക് ബാറ്റിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവരുടെ പക്കലുള്ള അഡ്വാൻസ്ഡ് എയർ ടു എയർ മിസൈൽസ് അവർ ഉപയോഗിക്കും. ഈ F-35ന്റെ പക്കൽ ലോകത്തെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് എയർ ടു എയർ മിസൈൽ ഉണ്ട്. അതയച്ച് Su-30 MKSനെ ഇവർ നശിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ റേഞ്ചിന് പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ നശിപ്പിക്കാം, ഇത് ഒന്ന് സിമുലേറ്റ് ചെയ്ത് നോക്കും. ഇതിൻ്റെ ഔട്ട്കം അവർ നൽകിയിട്ടില്ല. കാരണം ഇതിനകം തന്നെ ഒരു തവണ UK-യിൽ Su-30 യുദ്ധവിമാനങ്ങൾ അവരുടെ വ്യോമസേനയ്ക്കെതിരെ പ്രവർത്തിക്കുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ റെക്കോർഡ്സ് വരെ പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തിയ ഈ ഒരു ഡ്രില്ലിൻ്റെ ഫലം, അതിൽ ആര് ജയിച്ചു എന്ന ഡീറ്റെയിൽസ് ഇന്ത്യയിൽ നൽകിയിട്ടില്ല, അതുപോലെ UK നൽകിയിട്ടില്ല. അപ്പോൾ ഈ സിമുലേഷൻ ഇപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ ഈ 2 പ്രധാനപ്പെട്ട ടൈപ്പിലാണ് നടന്നിരിക്കാൻ സാധ്യതയുള്ളത്. ഒന്നാമത്തേത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച്, മറ്റൊന്ന് വിത്തിൻ വിഷ്വൽ റേഞ്ച് ഡോഗ് ഫൈറ്റ്. ഈ 2 രീതിയിൽ എങ്ങനെ നോക്കിയാലും 2 യുദ്ധവിമാനങ്ങളും ഇവിടെ ഏതെങ്കിലും ഒരിടത്ത് പീക്കിലെത്തിരിക്കാൻ സാധ്യതയുണ്ട്. ബിയോണ്ട് വിഷ്വൽ റേഞ്ചിൽ F-35 വളരെ നന്നായി തന്നെ ആക്ട് ആകും. കാരണം അവരുടെ സെൻസർ ഫ്യൂഷൻ, അവരുടെ എയർ ടു എയർ മിസൈൽസ് ഒക്കെ അത്രത്തോളം ക്യാപ്പബിൾ ആണ്. ഇനി വിത്തിൻ ഡോഗ് ഫൈറ്റ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ F-35നെ കൊണ്ട് Su-30യുടെ മെനുവറബിലിറ്റി അല്ലെങ്കിൽ Su-30യുടെ ഈ ഡോഗ് ഫൈറ്റ് റേഷ്യോ ഒന്നും ഇവരെ കൊണ്ട് മാച്ച് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഔട്ട്കമ്മിനെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് എവിടെ ലഭിക്കുമെന്നൊക്കെ ചോദിച്ചാൽ അത്രത്തോളം ഈസിയായി എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത്. ഇതിനൊരു ഡിബേറ്റിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ ലോജിക് അല്ലാത്ത കാര്യമാണ്. കാരണം എത്ര തന്നെ Su-30 ക്യാപ്പബിൾ ഫൈറ്റർ ജെറ്റ് ആണെങ്കിൽ കൂടിയും ബിയോണ്ട് വിഷ്വൽ റേഞ്ചിൽ നമ്മുടെ റഡാർ പ്രൊഫൈൽ അധികമായതുകൊണ്ട് തന്നെ F-35 യുദ്ധവിമാനങ്ങൾ നമുക്ക് പ്രാക്ടിക്കലി എൻഗേജ് ചെയ്യാൻ കഴിയില്ല. ഇതാണ് ലോജിക്കലി പറയാൻ കഴിയുന്ന ഒരു സൊല്യൂഷൻ. അതേ F-35 യുദ്ധവിമാനങ്ങൾ ഈ ഡോഗ് ഫൈറ്റിനുള്ളിലേക്ക് വരികയാണ്. ജാഗ്വാർ വിമാനങ്ങളുടെ സപ്പോർട്ട്, AWACS വിമാനങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉള്ളപ്പോൾ ഈ F-35 Su-30യുടെ സ്ട്രൈക്കിംഗ് റേഞ്ചിനുള്ളിൽ വന്നു. ഡോഗ് ഫൈറ്റ് റേഞ്ചിനുള്ളിൽ വന്നാൽ അവിടെ F-35നെ കൊണ്ട്
Su-30 പ്രാക്ടിക്കലി എൻഗേജ് നശിപ്പിക്കാനുള്ള പോസിബിലിറ്റീസ് വളരെ വളരെ കുറവാണ്. ഇപ്പോൾ Su-30 കുറിച്ചൊക്കെ നമുക്ക് വലുതായി സംസാരിക്കാനൊക്കെ കഴിയും, എങ്കിലും ഒരു ലോജിക് ഉണ്ടല്ലോ. Su-30 ക്യാപ്പബിൾ യുദ്ധവിമാനമാണ്, പക്ഷേ ഇതിന് നൽകിയിട്ടുള്ള മിഷൻ പ്രൊഫൈൽ പ്രത്യേകമാണ്. ഇവിടെ F-35 ക്യാപ്പബിൾ ആണ്, അതിന് നൽകിയിട്ടുള്ള മിഷൻ പ്രൊഫൈൽ അതും വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ വിമാനവും അതിന് നൽകിയിട്ടുള്ള റോളിൽ സുപ്പീരിയർ ആയി തന്നെ ആക്ട് ആകുന്നുണ്ട്. പക്ഷെ ഇവിടെ സംശയം ഉയർത്തുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ആ 3 മിഷൻ ഡീറ്റെയിൽസ് മാത്രം പുറത്തുവിടാത്തത്? ഇതിൽ എത്ര വിമാനങ്ങൾ പുറത്തു വന്നു, ഡോഗ് ഫൈറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ മിഷൻ ഡീറ്റെയിൽസിനെ കുറിച്ച് അവർ ശ്വാസം പോലും വിട്ടിട്ടില്ല. അത്രത്തോളം സീക്രട്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഇന്ത്യൻ എയർഫോഴ്സിനെതിരെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ലോഞ്ച് ചെയ്യുന്നത് പോലുള്ള ഒരു ടാർഗറ്റ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. അതല്ല എങ്കിൽ ഡയറക്റ്റ് മിസൈൽസ് ഈ വിമാനവാഹിനി കപ്പലുകളെ നോക്കി അയക്കുന്ന രീതിയിൽ നമ്മുടെ വിമാനങ്ങൾക്ക് മിഷൻ നൽകിയിട്ടുണ്ടാകും. അങ്ങനെ അല്ലെങ്കിൽ ഈ രണ്ടുമല്ലാതെ 2 രാജ്യങ്ങളുടെ വിമാനങ്ങളും ചേർന്ന് ശത്രുക്കളുടെ വ്യോമസേനയ്ക്കെതിരെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള മിഷൻ, എയർ ടു എയർ മിസൈൽസ് ഫയർ ചെയ്യുക, എയർ ടു ഗ്രൗണ്ട് മിസൈൽസ് ഫയർ ചെയ്യുക, ഇങ്ങനെ ഒരു മിഷൻ പ്രൊഫൈൽ നൽകിയിട്ടുണ്ടാകും. ഇതുവരെയും ഒരുപാട് രാജ്യങ്ങളൊക്കെ മിഷൻ പ്രൊഫൈൽ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രത്യേക ആ ഒരു മിഷൻ എക്സൈസ് കംപ്ലീറ്റ് ആയ ഉടൻ പുറത്ത് ഡോക്യുമെന്റേഷൻ ചെയ്തു വിടും. എന്നാൽ ഈ കൊങ്കൺ 2025 സംബന്ധിച്ചിടത്തോളം UK പക്കൽ നിന്നോ ഇന്ത്യയുടെ പക്കൽ നിന്നോ ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടില്ല. ഒരേ ഒരു വാക്കിൽ അവസാനിപ്പിച്ചു, UK എയർക്രാഫ്റ്റ് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് വേഴ്സസ് ഇന്ത്യൻ ഫ്ലാങ്കേഴ്സ് എന്ന്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം തന്നെയായിരുന്നു ഇത്. എന്നാൽ പ്രോപ്പറായ ഒരു റിസൾട്ട് അവർ പുറത്ത് അനൗൺസ് ചെയ്തിട്ടില്ല. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് ഈ വീഡിയോ സംസാരിക്കുന്നതിന് കാരണം, എന്തുകൊണ്ട് ബ്രഹ്മോസ് ഉപയോഗിക്കാനായി അവർ അലോ ചെയ്തില്ല? ഇതിന് കാരണം ചോദിച്ചാൽ പ്രധാനമായും ഈ മിഷൻ ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരിടത്ത് പോലും അതിന്റെ ആക്സസ് ലഭിച്ചിട്ടില്ല. അത് സംബന്ധിക്കുന്ന ഒരു ചെറിയ എവിഡൻസ് പോലും എടുക്കാൻ സാധിച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ന്യൂസ് വന്നിട്ടുണ്ടാകും, എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ, വ്ലോഗ്, ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്നും എടുക്കാൻ ശ്രമിച്ചപ്പോഴും ഏതൊരു ചെറിയ ആക്സസ് പോലും ലഭിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ബ്രഹ്മോസ് മിസൈൽ എന്തുകൊണ്ട് ഫയർ ചെയ്യാൻ അനുവദിച്ചില്ല? ബ്രഹ്മോസ് മിസൈൽ ഫയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിമുലേഷൻ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, ബ്രഹ്മോസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ F-35 റേഞ്ചിനടുത്ത് നമുക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല. ഏകദേശം ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ മിഷൻ വളരെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ കഴിയും. എയർ ലോഞ്ചർ വേരിയൻസിനെ സംബന്ധിച്ചിടത്തോളം F-35 റേഞ്ചിന് പുറത്തു നിന്നുകൊണ്ട് തന്നെ, എയർ ടു എയർ മിസൈൽസ് എൻഗേജ് ചെയ്യുന്ന റേഞ്ചിന് പുറത്തു നിന്നുകൊണ്ട് തന്നെ ഈ മിസൈൽസ് ഫയർ ചെയ്ത് നമുക്കൊണ്ട് തിരികെ വരാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ബാറ്റിൽ എക്സസൈസ് നടത്തണമെന്ന് ആവശ്യമേ വരില്ല. അവർക്ക് അങ്ങനെ ഒരു മിസൈൽ ഉണ്ടല്ലോ. നമ്മൾ കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ അവരത് ലോഞ്ച് ചെയ്തിട്ട് പോകുമെന്നുള്ളപ്പോൾ ഈ ഒരു ബാറ്റിൽ പൂർണ്ണമായും ലോജിക് ഇല്ലാത്ത ഒന്നായി മാറും. അതുകൊണ്ട് ബ്രഹ്മോസ് അയക്കുന്നതിനോട് അവരൊരു വിയോജിപ്പ് പ്രകടിപ്പിച്ചു. പക്ഷെ എന്തായാലും എങ്ങനെയുള്ളൊരു കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് ആണെങ്കിലും ഈ ബ്രഹ്മോസ് മിസൈൽസ് അതിലുണ്ടാക്കുന്ന ഇമ്പാക്ട് സൈക്കോളജിക്കലി തീർച്ചയായും വർദ്ധിച്ചിട്ടുണ്ട്. ഒരു ബ്രഹ്മോസ് മിസൈലിനെ കൊണ്ട് തീർച്ചയായും ഒരു എയർക്രാഫ്റ്റ് കാരിയറിന് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആ എയർക്രാഫ്റ്റ് കാരിയറിന് സപ്പോർട്ടിംഗ് വെഹിക്കിൾസായി വരുന്നുണ്ടല്ലോ, ആ വെഹിക്കിൾസിനെ തീർച്ചയായും നശിപ്പിക്കാൻ ഇവയെ കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് ബ്രഹ്മോസിനെ കണ്ട് ഇവർ ഭയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇവരെന്നല്ല, ലോകത്തിലുള്ള കൂടുതൽ കപ്പലുകളും അതിലുള്ള യുദ്ധവിമാനങ്ങൾ ബ്രഹ്മോസിനെ കണ്ട് ഭയപ്പെടുന്നുവെന്നുണ്ടെങ്കിൽ അതിന് കാരണം ബ്രഹ്മോസിലുള്ള ഇത്രത്തോളം ക്യാപ്പബിൾ ആയ സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി കാരണമാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ നടന്നിട്ടുള്ള ഡ്രിൽ എന്ന് വേണമെങ്കിലും യാഥാർത്ഥ്യമായി മാറാം. ആ സ്ഥാനത്ത് ഒരു പക്ഷേ ആര് വേണമെങ്കിലും ഉണ്ടാകാം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.